ഗുരുവായൂർ ക്ഷേത്രത്തിനു പിന്നിലെ അത്ഭുത കഥ കേട്ടാലോ? ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം അതിപുരാതനവും അതിവിശിഷ്ടവുമാണ്. വിഗ്രഹത്തിന്റെ ഉൽപ്പത്തി തുടങ്ങുന്നത് വൈകുണ്ഠത്തിൽ നിന്നാണ്. മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മദേവിന് ലഭിച്ച ഈ വിഗ്രഹം പിന്നീട് ഭക്തനായ സുതപസ് രാജാവിനും ഭാര്യയ്ക്കും ലഭിച്ചു. ഈ വിഗ്രഹം ഭക്തിയോടെ പൂജിച്ചുകൊണ്ടിരുന്നപ്പോൾ സാക്ഷാൽ ശ്രീമഹാവിഷ്ണു അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് 3 ജന്മങ്ങളിൽ അവർക്ക് പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. അങ്ങനെ 3-ാം ജന്മത്തിൽ അവർ വസുദേവനും ദേവകിയുമായി അവതരിച്ചു. അവരുടെ പുത്രനായി ഉണ്ണിക്കണ്ണൻ പിറന്നു. ഈ ദിവ്യവിഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചു. സ്വർഗാരോഹണത്തിന് തൊട്ടുമുമ്പ് ഭഗവാൻ ഉദ്ധവരോട് വരാൻ പോകുന്ന പ്രളയത്തെപ്പറ്റി പറയുകയും ഈ ദിവ്യവിഗ്രഹം നന്നായി സൂക്ഷിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ കൃഷ്ണൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ഉടൻ തന്നെ ദ്വാരകയിൽ വലിയൊരു പ്രളയമുണ്ടായി. നഗരം കടലിൽ മുങ്ങാൻ തുടങ്ങി. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഉദ്ധവർ അവിടെയെത്തി. കടലിൽ ഒഴുകി നടന്ന ആ ദിവ്യവിഗ്രഹം ഉദ്ധവർ കണ്ടെത്തി ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു. വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കുമെന്ന ചിന്തയിൽ ബൃഹസ്പതി വിഗ്രഹവുമായി വായുദേവനെയും കൂട്ടി ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥലം തേടി പലയിടത്തും സഞ്ചരിച്ചു. അന്വേഷണത്തിനൊടുവിൽ ഹരിതാഭമായ വനത്തിനിടയിൽ താമരപ്പൂക്കളുള്ള ഒരു തടാകത്തിനടുത്ത് ശിവപാർവതിമാരെ കാണാനിടയായി. ഈ സ്ഥലം മഹാവിഷ്ണുവിന്റെ ഭക്തർക്ക് അഭയം നൽകാൻ ഏറ്റവും ഉചിതമാണെന്ന് പരമശിവൻ അനുഗ്രഹിച്ചു. തുടർന്ന് അദ്ദേഹം അടുത്തുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്തു. ശിവൻ കാണിച്ചുകൊടുത്ത പത്മതീർത്ഥക്കരയിൽ ഗുരുവും വായുവും കൂടി ആ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ആ സ്ഥലത്തിന് ഗുരുവായൂർ എന്നു പേരുണ്ടായി. ദേവശില്പിയായ വിശ്വകർമാവ് തൽക്ഷണം ക്ഷേത്രം നിർമ്മിച്ചു. ഇങ്ങനെ ഗുരുവിന്റെയും വായുവിന്റെയും സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രം കലിയുഗത്തിലെ ഭൂലോക വൈകുണ്ഠമായി നിലകൊള്ളുന്നു.